Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something big, something good in your life today. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So right away, forward the link of this episode to many people. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിന്റെ ലിങ്ക് ഇപ്പോൾ മറ്റുള്ള അനേകർക്ക് നിങ്ങളിപ്പോൾ അയച്ചു So കൊടുക്കുക. that not only you, many others will be blessed. നിങ്ങൾ മാത്രമല്ല ഒത്തിരി ആളുകളും ഇത് നിമിത്തം അനുഗ്രഹം പ്രാപിക്കാൻ Even പോകുകയാണ്. today we'll be discussing about the greatness of Jesus. അത് മാത്രമല്ല ഇന്ന് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുകയാണ്. Okay, let's pray for the sponsors in the beginning itself. ഇന്ന് ആദ്യമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തേത് ദുബായിൽ നിന്ന് റിനോ ജെയിംസ് ആണ് ഇന്നത്തെ സ്പോൺസർ. Thank you so much, Reno. മെയ് 20 മാതാപിതാക്കളായ ജെയിംസ് തോമസിൻ്റെയും ഓമന ജെയിംസിൻ്റെയും ജന്മദിനമായിരുന്നു. Wow, belated happy birthday to both of you. കർത്താവെ, ഞങ്ങൾ രണ്ടുപേരെയും ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. റിനോയ്ക്ക് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ നല്ല ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്കായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. Yes, Father. അടുത്ത നമ്മുടെ സ്പോൺസർ ദുബായിൽ നിന്ന് ജോസഫ് ആണ് നമ്മുടെ സ്പോൺസർ. Thank you so much, Joseph. ഇന്ന് ജോസഫിന്റെ ജന്മദിനം കൂടിയാണ്. Oh, many happy returns of the day, Joseph. കർത്താവെ, ഇതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും, പ്രത്യേകമായി ജോലിയിൽ അനുഗ്രഹിച്ചതിനും തനിക്കും കുടുംബത്തിനും നല്ല ആരോഗ്യം തന്നതിനും കർത്താവെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. Yes, ജോസഫിന്റെയും മാതാപിതാക്കളുടെയും പൂർണ്ണ രോഗശാന്തിക്കും നല്ല ആരോഗ്യത്തിനായിട്ടും കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Yes, കർത്താവെ, ദൈവം നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദി. And we are going to take a break for praise and worship. ഈ സമയത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാത്ത തരത്തിൽ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അങ്ങനെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നുള്ളമേ സ്തുതിക്കാം, എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ
These days, we are looking into the greatness of Jesus. ഈ ദിവസങ്ങളിൽ നാം യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. He is incomparable, he is unique. അവൻ നിസ്തുല്യനാണ്, അപ്പോൾ തന്നെ താരതമ്യപ്പെടുത്തുവാൻ സാധിക്കാത്തവനാണ്. Because he is matchless, we cannot compare him with anyone. അവനോട് ആർക്കും തന്നെ തുലനം ചെയ്യുവാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ അതുല്യനാണ്. But because people have a tendency to compare Jesus with other leaders and patriarchs, just for the sake of their mental satisfaction, we are comparing Jesus with some people. എന്നാൽ മറ്റ് പിതാമഹന്മാരുമായിട്ട്, മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വവുമായിട്ട് യേശുവിനെ കമ്പയർ ചെയ്യുന്ന ഒരു രീതി മറ്റുള്ളവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കമ്പാരിസൺ സ്റ്റഡി ഇവിടെ ഞാൻ നടത്തുന്നത്. So yesterday we saw that Jesus is greater than Father Abraham. ഇന്നലെ നമ്മൾ കണ്ടത് യേശു ക്രിസ്തു പിതാവാം അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതായിരുന്നു. Today we are going to look into another person, Jacob, Father Jacob. ഇന്ന് നമ്മൾ മറ്റൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്, പിതാവായ യാക്കോബ്. All right, open your Bibles. ഈ സമയത്ത് നിങ്ങളുടെ ബൈബിളുകൾ ഇപ്പോൾ തുറന്നാലും. Coming to the fourth Gospel of John. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന 4ാമത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. And chapter 4. ഇനി അതിന്റെ 4ാമത്തെ അധ്യായം And verse 12. അതിന്റെ 12ാമത്തെ വചനവും. This is the Samaritan woman asking Jesus, "Are you greater than our father Jacob, who gave us this well and drank from it himself, as well as his sons and his livestock?" യേശു ക്രിസ്തുവിനോട് സമരിയക്കാരി സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്, അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. In her limited knowledge, the Samaritan woman thought that for Jacob was the greatest person in their life. ശമര്യക്കാരി സ്ത്രീയുടെ കുറഞ്ഞ അറിവനുസരിച്ചുകൊണ്ട് അവൾ ചിന്തിച്ചു, അവളുടെ ജീവിതത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ ആ വിഭാഗക്കാരുടെ ഏറ്റവും വലിയവൻ എന്നുള്ളത് പിതാവായ യാക്കോബാണ് എന്നവൾ ചിന്തിച്ചു. So in her conversation with Jesus, she is now thinking that there is somebody standing in front of me who might be greater than Jacob. അവളുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവളുടെ മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തി എന്നുള്ളത് പിതാവാം യാക്കോബിനേക്കാൾ വലിയവനായ വ്യക്തി ആയിരിക്കാം എന്ന നിലപാടിലാണ് അവൾ യേശുവിനെ കാണുന്നത്. So that's why this question, are you greater than our father Jacob? അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? Because he's the one who gave us this well. കാരണം അവനാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. And not only that, he drank from this well. അതുമാത്രമല്ല, അവൻ ഈ കിണറിൽ നിന്ന് കുടിച്ചു. His sons and generations drank from this well. അവനും അവന്റെ മക്കളും തലമുറകളും ഈ കിണറിൽ നിന്ന് കുടിച്ചു. And his livestock drank from this well. അതുമാത്രമല്ല, അതിന്റെ മൃഗങ്ങളും ഈ വെള്ളത്തിൽ നിന്ന് കുടിച്ചു. So this well has a lot of history and tradition. അതുകൊണ്ട് ഈ കിണറിന് ധാരാളം ചരിത്രങ്ങളും കഥകളും ഒക്കെ പറയുവാനുണ്ട്. So are you more important than this Jacob? അതുകൊണ്ട് നിങ്ങൾ യാക്കോബിനേക്കാൾ വലിയവനാണോ? So when we think about Jacob's life, യാക്കോബിന്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, Jacob obtained Esau's birthright. യാക്കോബ് ഏശാവിന്റെ ജന്മാവകാശത്തെ പിടിച്ചെടുത്തവനാണ്. He grabbed it, he claimed it in a treacherous way. He got hold of the birthright of his elder brother. തന്റെ മൂത്ത സഹോദരനായിരിക്കുന്ന ഏശാവിൽ നിന്ന് താന് ആ ജന്മാവകാശത്തെ തട്ടിയെടുത്തവനാണ്, അല്ലെങ്കിൽ പിടിച്ചുപറിച്ചു മേടിച്ചെടുത്തവനാണ്. What about Jesus? യേശുവിന്റെ കാര്യം എന്താണ്? Jesus, by default, because he is the son of the Father, he is entitled for all the birthright, all the heirship, all the inheritance, everything that belongs to the Father. യേശുവിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പിതാവാം ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ളവനാണ്. എല്ലാ ജന്മാവകാശങ്ങളും എല്ലാ അധികാരങ്ങളും പിതാവിനുള്ള സകല കാര്യത്തിന്റെയും അധികാരസ്ഥൻ യേശുവാണ്. യേശുവിനുള്ളതാണ് സകലതും. There was no need for Jesus to grab it. ഒന്നും തന്നെ പിടിച്ച് പറിക്കേണ്ട ആവശ്യം യേശു ക്രിസ്തുവിനില്ല. This is what is mentioned in Hebrews chapter 1. ഇത് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. Verse number 2. 2-ാമത്തെ വചനം.
But in these last days, he has spoken to us by his Son, whom he appointed heir of all things, and through whom also he made the universe. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. So Jesus was appointed heir of all things. അതുകൊണ്ട് അവനെ സകലത്തിനും, യേശുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. And through whom he also made the universe. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. So what we understand is that there was no need for Jesus to fight for birthright. He received the birthright from the Father. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ജന്മാവകാശത്തിന് വേണ്ടി യുദ്ധം നടത്തേണ്ടയോ പോരാട്ടം നടത്തുകയോ ഒന്നും ആവശ്യമില്ല. പിതാവിൽ നിന്ന് അവനത് നേരിട്ട് ലഭിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. And I have a good news to share with you. ഒരു നല്ല വാർത്ത എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, According to Romans chapter 8, we are heirs of God and co-heirs with Christ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അനുസരിച്ച് നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ്. Hallelujah. ഹല്ലേലൂയ. We are co-heirs with Christ. ക്രിസ്തുവുമായി ചിന്തിക്കുമ്പോൾ നാം അവന്റെ കൂട്ടവകാശികളാണ്. Hallelujah. ഹല്ലേലൂയ. All because of his birthright, we have also birthright. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ ജന്മാവകാശം നിമിത്തമായിട്ട് നമുക്കും അവകാശമുണ്ട്. Secondly, when we study about Father Jacob, he received the father's blessings through deceitfulness. അവൻ പിതാവിന്റെ അനുഗ്രഹത്തെ പിടിച്ചെടുത്തത് വഞ്ചനയിലൂടെയാണ്. He was a supplanter. അവൻ ഒരു ഉപായിയായിരുന്നു. But in the case of Jesus, he was never a supplanter. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ യേശുക്രിസ്തു ഒരിക്കലും ഒരു ഉപായിയല്ല. He was never a deceiver. അവൻ ഒരിക്കലും ഒരു വഞ്ചകനുമല്ല. When we read Isaiah 53, യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം നാം വായിച്ചാൽ verse number 9, അതിന്റെ 9-ാമത്തെ വചനത്തിൽ it says, nor was any deceit in his mouth. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. So the Samaritan woman is proud of Father Jacob. ഇവിടെ ഇപ്പോൾ ശമര്യക്കാരി സ്ത്രീ നോക്കൂ, അവൾ പിതാവാം യാക്കോബിനെ കുറിച്ച് വളരെയധികം അഭിമാനിക്കുന്നു. But he was a deceitful man. പക്ഷേ അവന്റെ ചരിത്രം നോക്കിയാൽ അയാൾ ഒരു വഞ്ചകനായിട്ടുള്ള വ്യക്തിയാണ്. There was deceit in his mouth. അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നു. Whereas in Jesus' case, there was no deceit in his mouth. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. Praise God. Praise God. So that is very, very important. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Another aspect we need to think about is about Jacob's ladder. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യാക്കോബിന്റെ കോവണിയാണ്. In Genesis chapter 28, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം verse number 12, അതിന്റെ 12-ാമത്തെ വചനം, then he dreamed, and behold, a ladder was set upon the earth, and its top reached to heaven, and there the angels of God were ascending and descending on it. അവൻ ഒരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ അതിനോട് കയറുകയും ഇറങ്ങുകയുമായിരുന്നു. Now Jacob's dream is very famous today. യാക്കോബിന്റെ സ്വപ്നം ഇന്ന് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്വപ്നമാണ്. We preach about it, we talk about it, we sing about it. നമ്മൾ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് ഗാനങ്ങൾ രചിക്കുന്നു. And this dream was very meaningful and very, very hopeful. ഈ സ്വപ്നം എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പ്രത്യാശ നൽകുന്നതുമായ ഒന്നാണ്. In his dream, he was seeing, behold, a ladder, a very long ladder that was set upon the earth, and its top reached to heaven. അവന്റെ സ്വപ്നത്തിൽ കാണുകയാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. And through this ladder, the angels of God were ascending and descending. ആ കോവണിയിലൂടെ ഇപ്പോൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും അതുപോലെ ഇറങ്ങുകയും ചെയ്യുകയാണ്. Hallelujah. Hallelujah. Coming to John chapter 1. ഇനിയിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരൂ. Verse 51. അതിന്റെ 51-ാമത്തെ വചനം. We have compared these two verses many times in our studies. നമ്മുടെ പഠനത്തിൽ പലവട്ടവും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. But because in this context we have to think it again. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. And that's why we are reading. അതുകൊണ്ടാണ് നമ്മളത് വായിക്കുന്നത്. And he said to him, Jesus is speaking to Nathanael, most assuredly I say to you,
Hereafter you will see heaven open, and the angels of God ascending and descending upon the Son of Man. 51-ാമത്തെ വചനം. ആമേൻ ആമേൻ. ഇത് നഥാനിയനോട് പറയുന്ന ഒരു വേദഭാഗമാണിത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. All right. So here what we see, the promise to Nathanael is that you are going to see, you are going to witness what? Heaven open. ഇവിടെ നഥാനിയലിനോട് ദൈവം കൊടുക്കുന്ന, അല്ലെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം ഇതാണ്: സ്വർഗം തുറക്കുന്നിരിക്കുന്നത് നീ കാണാൻ പോകുകയാണ്. In Jacob's case also the heaven was open. ഇവിടെ യാക്കോബിന്റെ കാര്യത്തിൽ നോക്കിയാലും അവിടെയും സ്വർഗം തുറന്നിട്ടുണ്ട്. That's why the top of the ladder could reach to heaven. അതുകൊണ്ടാണ് ആ തുറന്നിരിക്കുന്ന സ്ഥലത്തൂടെ ഈ ഒരു കോവണിയുടെ അറ്റം മുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. But here Jesus says you will see open heaven. എന്നാൽ ഇവിടെ നഥാനിയലിനോട് യേശു പറയുന്നത്, നീ തുറന്ന സ്വർഗത്തെ കാണും. And not only that, you are going to see angels of God ascending and descending upon the Son of Man. അത് മാത്രമല്ല, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതും നീ കാണും. So in the Old Testament, Jacob is seeing a dream. പഴയ നിയമത്തിൽ യാക്കോബ് ഒരു സ്വപ്നം കാണുകയായിരുന്നു. The angels are ascending and descending through a ladder. ഒരു കോവണിയിലൂടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു കാഴ്ച. But Jesus says, instead of ladder, the angels are going to use the Son of Man. ഇവിടെ യേശുക്രിസ്തു പറയുമ്പോൾ കോവണിയിലൂടെ കയറി ഇറങ്ങുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് അവിടെ മനുഷ്യപുത്രന്റെ മേൽ എന്നുള്ള വാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So Jesus becomes Jacob's ladder. ഇവിടെ ഇപ്പോൾ യേശു ആണ് യാക്കോബിന്റെ കോവണിയായി മാറിയിരിക്കുന്നത്. In other words, I can tell you that Jesus becomes a heavenly ladder for all of us, for our benefit. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നേട്ടത്തിനും ഉപകാരത്തിനും വേണ്ടിയിട്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാക്കോബിന്റെ കോവണിയായി മാറിയിരിക്കുകയാണ്. Hallelujah. Hallelujah. If you have Jesus with you, you have a heavenly ladder with you. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളോടൊപ്പം ഒരു സ്വർഗീയ കോവണിയും കൂടെയുണ്ട്. No angel can touch both the earth and heaven the same time. ഒരു ദൂതനും ഭൂമിയെയും സ്വർഗ്ഗത്തെയും ഒരുപോലെ തൊടുവാൻ സാധ്യമല്ല. But this ladder, look at this ladder, look at its length. The ladder is touching the earth. The bottom part of the ladder is touching the earth, and the top is touching heaven. എന്നാൽ ഈ ഒരു കോവണി ഒന്ന് നോക്കിക്കേ, ഈ ഏണിയുടെ അടിഭാഗം ഭൂമിയെ തൊട്ടിരിക്കുന്നു, അതിന്റെ തലഭാഗം സ്വർഗ്ഗത്തെ തൊട്ടിരിക്കുകയാണ്. There is only one person who can touch the heaven and touch the earth. ഹല്ലേലൂയ. എന്നാൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമാണ് സ്വർഗ്ഗത്തെ തൊടുവാനും അതോടൊപ്പം ഭൂമിയെ തൊടുവാനും സാധിച്ചിട്ടുള്ളത്. That is Jesus. അത് യേശുക്രിസ്തുവാണ്. Because same time his body is taken from the earth. He has a human nature and he is a heavenly person because he is coming from heaven. അവൻ ഭൂമിയിൽ നിന്ന് ഉള്ളവനായതുകൊണ്ട് അവൻ ഭൂമിയെ സ്പർശിക്കുന്നു, എന്നാൽ അവൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ളവനായതുകൊണ്ട് അവൻ സ്വർഗ്ഗത്തെയും സ്പർശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയെയും സ്വർഗ്ഗത്തെയും സ്പർശിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. When you have Jesus, you have a connect, you have a connection, you have a link, you have a bridging between heaven and earth. അതുകൊണ്ട് നിങ്ങൾ കൂടെ യേശു ഉണ്ടെങ്കിൽ യേശുവിനോടൊപ്പം നിങ്ങൾക്കും സ്വർഗ്ഗത്തോടും ഭൂമിയോടുമുള്ള ഒരു കണക്ഷൻ ലഭിക്കുകയാണ്. Brothers and sisters, listen to this. എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ ദയവായി ശ്രദ്ധിച്ചാലും, if Jesus is there in your home, യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, from your home there goes a ladder reaching heaven. ആ ഭവനത്തിൽ നിന്ന് ഓർക്കുക, ഒരു കോവണി മുകളിലേക്ക് പോകുന്നുണ്ട്. And if you look up and down, you will see many angels doing a lot of transportations and transactions and giving and taking between heaven and earth. എന്നാൽ ഈ ഒരു ട്രാക്കിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ പല ട്രാൻസാക്ഷൻസും പല കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ സംഭവിക്കുകയാണ്. Hallelujah. Hallelujah. They'll bring you messages, they will take your prayer there. നമ്മുടെ പ്രാർത്ഥനകൾ അവൻ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുള്ള സന്ദേശങ്ങളുമായിട്ട് അവൻ താഴേക്ക് വരുന്നു. Hallelujah. Not only that, they will download, they will bring heavenly
heavenly things to your home. അത് മാത്രമല്ല സ്വർഗീയമായ കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് അവൻ കൊണ്ടെത്തിക്കുന്നു. It could be dreams, visions, many spiritual gifts, many heavenly blessings, heavenly breakthroughs, heavenly answers, heavenly miracles. Everything will be pouring down into your home because there is a channel, because there is a track that is built between heaven and your home. ഓർക്കുക, ഈ സ്വർഗവുമായിട്ട് ബന്ധത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള പല അനുഗ്രഹങ്ങളിലും ആധ്യാത്മികമായിട്ടുള്ളത്, അതുപോലെ തന്നെ സ്വർഗീയമായിട്ടുള്ളത്, ദൈവിക വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ, ഭൗതികമായ പല നന്മകൾ, ഇതെല്ലാം തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഈ ദൂതന്മാരിലൂടെ താഴേക്ക് അത് കൊണ്ടുവരികയാണ്. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു വലിയ ബന്ധം ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. Now tell me, who is greater, Jacob or Jesus? അങ്ങനെയെങ്കിൽ ഇനി പറയൂ, ആരാണ് ശ്രേഷ്ഠൻ, യാക്കോബാണോ അതോ യേശുക്രിസ്തുവാണോ? According to the Samaritan woman, Jacob was the greatest personality. ഈ ഒരു ശമര്യക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് എന്ന് പറയുന്ന പിതാവായിരുന്നു അവൾക്ക് ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത്. But slowly she understood that there is somebody who is greater than her father Jacob standing there. എന്നാൽ മെല്ലെ മെല്ലെ അവളുടെ പിതാവാം യാക്കോബിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തി തന്റെ മുന്നിൽ നിൽക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു. Hallelujah. Hallelujah. So what about the revelation that you have about Jesus? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട്? Hallelujah. Hallelujah. And if you have this ladder in your home, ഈ ഒരു കോവണി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ that is Jesus. അത് യേശുവാണ്. One day he will take you home. ഒരു ദിവസം അവൻ നിങ്ങളെ ഭവനത്തിലേക്ക് ചേർത്തുകൊള്ളും. Because the ladder is already built. കാരണം ഇതാ കോവണി ഉണ്ടാക്ക കഴിഞ്ഞപ്പെട്ടിരിക്കുന്നു. And I believe even like this, your home and your heavenly home are connected through this ladder. ഓക്കെ, നിങ്ങളുടെ വീടും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വർഗീയ ഭവനവും ഇത് രണ്ടിലും ഈ ഒരു കോവണി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Shout a hallelujah of thankfulness. ഒരു നന്ദിയോടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഹാലലൂയ പറയാമോ? Amen. Now coming to Jacob's well. ഇനി ഇപ്പോൾ യാക്കോബിന്റെ കിണറിലേക്ക് നമുക്കൊന്ന് പോകാം. Another factor that made the Samaritan woman proud about Jacob was the well that he gifted to his family, his sons and generations. ഇവിടെ ഇപ്പോൾ ശമര്യക്കാരി സ്ത്രീ വളരെ അഭിമാന പുരസ്സരം പറയുന്നത് യാക്കോബിന്റെ കിണറിനെ കുറിച്ചാണ്. തനിക്കും തന്റെ സന്തതികൾക്കും തന്റെ സന്തതി പരമ്പരകൾക്കും വേണ്ടി താൻ കൊടുത്ത സമ്മാനമായി കൊടുത്ത കിണറിനെ കുറിച്ചാണ് അവൾ പറയുന്നത്. Coming to John chapter 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 13 and 14. അതിന്റെ 13-14 വചനങ്ങൾ. Jesus says, everyone who drinks this water, that means Jacob's well water, will be thirsty again. But whoever drinks the water I give him will never thirst. Indeed, the water I give him will become in him a spring of water welling up to eternal life. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്നുത്തരം പറഞ്ഞു. So Jacob offered the well water. ഇവിടെ യാക്കോബ് അവർക്ക് ഒരു കിണറിലെ വെള്ളമാണ് അവർക്ക് വാഗ്ദാനം ചെയ്തത്. But Jesus is offering a well within you. എന്നാൽ യേശു കർത്താവ് ചെയ്യുന്നത് നോക്കിയേ, ഒരു കിണർ നിങ്ങളുടെ അകത്തുണ്ടാകുക എന്നുള്ളതാണ്. He says, I will build a spring fountain inside of you. ഇവിടെ യേശു കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുടെ അകത്ത് ഒരു നീരുറവ് ഉണ്ടാക്കും. So Jacob gave you H2O. യാക്കോബ് ഇവിടെ കൊടുക്കുന്നത് H2O എന്നുള്ള വെള്ളം മാത്രമാണ്. But I'm going to give you not H2O but Holy Spirit. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വെറും H2O അല്ല, പകരം പരിശുദ്ധാത്മാവിനെയാണ്. A spring of living waters will be fixed inside of you. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവ നിങ്ങളുടെ അകത്ത് ഞാൻ സ്ഥാപിക്കും. You don't need to go up and down with ports to draw water. വെള്ളം എടുക്കുവാൻ വേണ്ടി ഇനി താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് കയറുകയും ചെയ്യുന്ന പ്രക്രിയയൊന്നും ആവശ്യം ഇനിയില്ല. So many people are going around the globe purchasing air tickets and spending millions of amounts
you to get some moksha, get some eternal life. ഒത്തിരി ആളുകളും തന്നെ എയർ ടിക്കറ്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് ലോകമെമ്പാട് സഞ്ചരിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടിയിട്ടും അതുപോലെ സമാധാനത്തിന് വേണ്ടിയിട്ടുമുള്ള യാത്രകൾ നടത്തുകയാണ്. But Jesus says, I'm going to fix a well inside of you so that the water of life, eternal life will be pumped out of you. Oh, praise God. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, നോക്കൂ, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിനെ നീ അവിടേക്ക് ഇവിടേക്ക് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിന്റെ അകത്ത് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിന്റെ ദാഹം തീർക്കുന്ന ഒരു ഉറവയായി മാറും. So if you look into that aspect, the offer of water, who is greater? ഇനി ഇപ്പോൾ ഈ വെള്ളം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതിൽ ആരാണ് ശ്രേഷ്ഠനായിട്ടുള്ളത്? Of course, Jesus. നിശ്ചയമായിട്ടും യേശുക്രിസ്തുവല്ലേ? If you drink from Jacob's well, you'll be thirsty again and you'll have to go up and down frequently to fill your pots and fill your stomach. ഓർക്കുക, യാക്കോബിന്റെ കിണറിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ദാഹമുള്ളവരായിരിക്കും. അത് മാത്രമല്ല, വെള്ളം കോരുവാൻ വേണ്ടി മുകളിലേക്കും താഴേക്കും ഇറങ്ങി വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇതിന്റെ പിന്നാലെയുണ്ട്. But Jesus says, if you drink the water I give you, you'll never be thirsty. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, നോക്കൂ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. Do you have that well inside of you? ഞാൻ ചോദിക്കട്ടെ, അത്തരത്തിലുള്ളൊരു നീരുറവ, അത്തരത്തിലുള്ള ഒരു കിണർ നിങ്ങളുടെ അകത്ത് സ്ഥാപിതമായിട്ടുണ്ടോ? If you don't feel, ask Jesus. He will dig a well inside of you. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു ഉറവ നിങ്ങളുടെ അകത്ത് അവൻ തുറക്കാൻ പോകുകയാണ്. Now, when you think about Jacob, it was from Jacob that a nation came out. ഓർക്കുക, ഇനി യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യാക്കോബിലൂടെയാണ് ഒരു ജനത, ഒരു രാജ്യം പുറത്തു വന്നത്. Because he is Jacob and his name was changed to Israel and Israel became a nation. കാരണം അവന്റെ പേര് ആദ്യം യാക്കോബ് എന്നാണെങ്കിൽ ദൈവം അത് ഇസ്രായേൽ എന്ന് പേരുമേറ്റി ആ ഇസ്രായേൽ എന്ന പേരിൽ ഒരു ജനവിഭാഗം അഥവാ ഒരു രാജ്യം തന്നെ ഉളവായി. But from Jesus all nations came out. എന്നാൽ യേശുവിൽ നിന്ന് വന്നതാകട്ടെ എല്ലാ രാജ്യങ്ങളും എല്ലാ ജനതകളുമാണ്. Write it down. My Jesus is greater than Father Jacob. ഇനി എഴുതി വെക്കുക, എന്റെ യേശു പിതാവാം യാക്കോബിനേക്കാൾ വലിയവനാണ്. Hallelujah. ഹല്ലേലൂയ. Let's listen to one testimony. നമുക്ക് ഈ സമയത്ത് ഒരു ടെസ്റ്റിമണി നമുക്ക് കേൾക്കാം. And by the way, let me tell you, if you are blessed by this Blessing Today program, you can go ahead and sponsor some of the episodes. അതിനിടയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പ്രോഗ്രാം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തെ ചില എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. And you can support this ministry financially and in many other ways so that we can take this message to the uttermost parts of the world. അത് മാത്രമല്ല, ഈ ഒരു മിനിസ്ട്രിയെ നിങ്ങൾക്ക് പല രീതിയിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക രീതിയിൽ സഹായിക്കാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന്റെ ഏതറ്റം വരെയും ഈ ദൈവിക സന്ദേശങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നമുക്ക് സാധിക്കും. Amen. Amen. Let's listen. എന്നാണ് എൻ്റെ പേര് മിനി. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ദിവസങ്ങളിൽ എനിക്ക് പരിപൂർണമായ സൗഖ്യം കിട്ടി. എനിക്ക് ഭയങ്കര വൈറ്റ്നസ് വേദന ഉണ്ടായിരുന്നു. വയറിങ്ങനെ ഇച്ചിരി വീർത്ത് ഇരിക്കുമായിരുന്നു. ആ ദിവസം പാസ്റ്റർ ലിവറിന് എന്തോ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സൗഖ്യമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പാസ്റ്ററിനും പ്ലസും കൂടെ എല്ലാവർക്കും എനിക്ക് വളരെ നന്ദി. Praise God. Hallelujah. This happened in one of the healing crusades. Yes, ഇതൊരു ഹീലിംഗ് ക്രൂസേഡ് സംഭവിച്ച സാക്ഷ്യമാണ്. And today is Friday and today also we are going to have a healing crusade. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് നമുക്കും ഹീലിംഗ് ക്രൂസേഡ് ഉണ്ട്. One amazing thing is that Jesus healed the sick not only in the first century when he was here, he is still doing healing. യേശു കർത്താവ് ആദ്യ നൂറ്റാണ്ടിൽ മാത്രമല്ല ഇപ്പോഴും അവൻ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. Let's pray now. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Father, in Jesus' name I bless your people. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. Whatever their need is, Father, stretch forth your hands and bless them, touch them. കർത്താവേ, എന്താണ് അവരുടെ ആവശ്യമെങ്കിലും അങ്ങയുടെ കരങ്ങൾ നീട്ടി അവരെ തുടരണമേ, വിടുവിക്കണമേ. Hallelujah. Give them freedom in their life, oh Father. കർത്താവേ, അവരുടെ ജീവിതത്തിൽ വ്യക്തമായ സ്വാതന്ത്ര്യത്തെ അങ്ങ് And കൊടുക്കണമേ. as we heard today, Lord, build up a spring fountain that will well up to eternal life inside of them. കർത്താവേ, ഇപ്പോൾ കേട്ടതുപോലെ ഇവരുടെ അകത്തേക്ക് ഒരു ജീവന്റെ
നീരുറവയെ, നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയെ അങ്ങ് സ്ഥാപിക്കണമെന്ന് and പ്രാർത്ഥിക്കുന്നു. help all of us to understand the greatness of our Lord Jesus. അത് മാത്രമല്ല കർത്താവേ, എല്ലാവരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അവർ തിരിച്ചറിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. If you have any prayer requests, call up the prayer line. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ചാലും Prayer warriors will be more than happy to pray with you. പ്രാർത്ഥനാ പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അതീവ And സന്തുഷ്ടരാണ്. you can send your prayer requests by audio messages or text messages to Blessing Today WhatsApp number. അത് മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓഡിയോ മെസ്സേജുകളായിട്ടോ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ ബ്ലെസ്സിംഗ് ടുഡേ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. God bless you all. We love you. See you tomorrow. Bye-bye. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം, സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു, ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. ഉള്ളമേ സ്തുതിക്കാം നീ പരനെ.